കേരള ഘടകം അത് സംബന്ധിച്ചിട്ട് വ്യക്തമായി പ്രതികരിക്കും. പക്ഷെ എങ്കിലും അതിലൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ ഈ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട്. പറയട്ടെ ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും, നിലപാടെടുക്കും. ഒന്ന്. രണ്ട്, ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ. എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിലെ നിലപാട്? ഇപ്പോ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല. ആ നടിയെ, അവരുടെ ആത്മധൈര്യത്തെ, അവരുടെ ധീരതയെ, അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ്, എല്ലാ പിന്തുണയും നൽകുകയാണ്. പക്ഷെ ഒരു കാര്യം, വിൻസി പറയുന്നവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടോ? ഇയാളിത് ഉപയോഗിക്കുമോ ഇല്ലയോ? ഇയാൾ മാത്രമാക്കണ്ട, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിന് അറിയില്ലേ? സഹപ്രവർത്തകരായ നടീനടന്മാർക്കറിയില്ലേ? എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല? അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ? ഇൻഡസ്ട്രിക്ക് അറിയില്ലേ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്? അപ്പോഴപ്പോഴേ ഏതെങ്കിലും വിക്ടിം എന്ന് പറയണം. ഇല്ലെങ്കിൽ പോലീസ് കയറുമ്പോൾ രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് എടുത്തു ചാടി മതിൽ ചാടി ഓടുന്നത് ആളുകൾ കാണണം. അപ്പോ നിങ്ങൾ അതാണോ പറയുന്നത്? പിടിക്കാൻ പേടിക്കണ്ട, പിടിച്ചു കഴിയുമ്പോഴേക്ക് പോസിറ്റീവ് ആണെന്ന് പറയില്ല, അതല്ല പ്രശ്നം. നിങ്ങൾ കാണേണ്ടത് ഇത് ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ ജനങ്ങളാകെ ഒരു ജനകീയമായ ക്യാമ്പയിൻ, മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു, മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ. അത് നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന, ആർക്കും അഭിപ്രായത്തിലാത്തൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ്, നിലപാടെന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും രണ്ടുപേരിലേക്ക് മാത്രം കൊണ്ടുള്ള കാര്യമില്ല. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ ഇത് ഉപയോഗിക്കും? എന്താ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത്? ഇന്നലെ ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യം ഞാൻ കേട്ടത്, മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നടൻ, അയാള് വളരെ ടാലന്റഡായ നടൻ, പക്ഷെ എന്താണ് രാത്രി ഇട്ടിട്ടെന്തോ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ്. പുലർച്ചെ 3 മണിക്ക് കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ്. അല്ല, ഇവരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഈ കഞ്ചാവ് മാത്രമല്ലല്ലോ, ഈ പറയുന്ന അപകടകരമായ മറ്റൊട്ടനവധി ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലകപ്പെട്ടവർ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ ആരാ? മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഡയറക്ടർമാർ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നിർമ്മാതാക്കൾ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർക്കൊപ്പം അഭിനയിക്കുന്ന മറ്റ് നടന്മാർ, നടിമാർ. അത് ദുരനുഭവം നേരിട്ട ഒരാൾ വന്ന് പറയുന്നത് വരെ എന്തിനാണ് ഇവർ നിശബ്ദത പാലിക്കുന്നത്? അപ്പോൾ ഈ പറയുന്നവർക്കെല്ലാം എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണുള്ളത്? ഇവരെല്ലാം ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല, വേണ്ട. മറ്റെല്ലാം എന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത്? എന്തെല്ലാം കാര്യത്തിനാണ് അത് ഈ സിനിമാ സംഘടനകൾ വിലക്ക് ഏർപ്പെടുത്തുന്നു? എന്തെല്ലാം കാര്യത്തിന്? ചെറിയ ചെറിയ കാര്യത്തിന്, ഈഗോ ക്ലാഷിന് ഒക്കെ നിങ്ങൾ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതൊന്നുമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളുണ്ട് എങ്കിൽ, ദുഷ്പ്രവണത എന്നുള്ള വാക്കത് പോരാ, ലഹരി ഉപയോഗിക്കുന്നവർ, ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ സിനിമാ ഇൻഡസ്ട്രിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ തിരിച്ചറിയും, ജനം അണിനിരക്കും. ഇത് അങ്ങനെ പ്ലാൻ ചെയ്തൊരു റെയ്ഡ് എടുത്തെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ? ഇപ്പോ ഉപയോഗിക്കുന്ന ലഹരി, അത് അവർക്ക് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കുമല്ലോ ഉപയോഗിക്കുന്ന ഈ ലഹരി പാർട്ടികൾ അവർ നടത്തുന്നത്. പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി,
ക്വാണ്ടിറ്റി എപ്പോൾ വേണമെങ്കിലും നശിപ്പിച്ചു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മൾ ഞാനതിന്റെ ഒരു എത്തിക്സിനോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും അത് ബാധകമാണല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് എന്ന് അറിയാം. അറിയാതല്ല, അറിയാം. അറിഞ്ഞിട്ടും അയാളെ എൻകറേജ് ചെയ്യുന്നതിന്റെ ധാർമ്മികത എന്താണ് അതിന്റെ ലക്ഷ്യം? ഇതേ ആളുകൾ മറ്റു പല കാര്യങ്ങളിലും വിലക്കുന്നുണ്ടല്ലോ. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തർക്കം നടക്കുന്നു. എന്തെല്ലാം കേസുകൾ, എന്തെല്ലാം ഈഗോ, അതിലെല്ലാം വിലക്ക്, മൊറട്ടോറിയം ഒക്കെ ഉണ്ടല്ലോ. എന്താ ഇതിൽ മാത്രം മിണ്ടുന്നില്ല? അതിനേറെ ഇവരെല്ലാം ഇതില് കക്ഷികളാണെന്ന് സംശയിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിനെ നിശബ്ദമാക്കരുത്. അത് നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും കേരളത്തോട്. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്ന് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയായി ഇന്ന് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലാണ്, വളരെ ഗുണകരമായ വളർച്ച. എമ്പുരാനെല്ലാം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആ മാറ്റവും ആ വളർച്ചയ്ക്കും ആഘാതമുണ്ടാക്കുന്ന വിധം ഇത്തരത്തിൽ വരുന്നതിനെതിരെ ധീരമായ നിലപാടുകൾ ഉണ്ടാകണം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ ഞെട്ടിക്കുകയാണ്. വിൻസി പറയുന്ന ഒരു കാര്യം പറഞ്ഞു. ഇതിനു മുമ്പേ തന്നെ ഇൻഡസ്ട്രിയിൽ ഇത് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഉണ്ടായൊരു സംഭവം. ഒരാൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകണം. അതിലൊക്കെയാണ് ധീരത. ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായി മുൻപോട്ട് വരണമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ടൈം ചോക്കുണ്ടായിരുന്നു, അദ്ദേഹത്തെ പിടിച്ചിട്ട് DID സെന്ററിൽ കൊണ്ടുവരുന്ന അഭിപ്രായമുണ്ട്. കാരണം ഇങ്ങനത്തെ നിലപാടെ കാണുന്നത് ഇപ്പൊ അതിപ്പോ ഇവിടെ കൊണ്ടുപോകണം എന്താണ്? ഞാനിപ്പോ ഞാനതിൽ പറയുന്നതിനകത്തും വ്യക്തമല്ല, അത് പറയേണ്ട കാര്യമില്ല. അത് എവിടെ കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ നിയമപരമായും ആരോഗ്യപരമായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് എന്റെ ഏരിയല്ല അത് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എന്താണെന്നുള്ളത്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല. ആ കാലം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം മറന്നുപോയി. സഖാവ് പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കയേക്കാൾ പ്രബലർ, മലയാള ഇൻഡസ്ട്രിയിലെ പ്രബലർ ജയിലിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഇപ്പോഴും നിയമത്തിന്റെ ഊരാക്കുടുക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിയമവാഴ്ച നടപ്പിലാക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തടസ്സമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്, ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഷൈൻ ടോം ചാക്കോ ഉറക്കമൊളിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉറക്കച്ചടവ് മറുപ് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതാരാ